ഹലോ, വെൽക്കം ടു ഡേ 6 of 70 ആർട്ട് ചലഞ്ച്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോം ക്ലേ വെച്ചിട്ട് പോർട്രേറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫോം ക്ലേസ് യൂസ് ചെയ്യുന്നത്. ഈ കുറച്ച് ടൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഡോംസിന്റെ ഈ ഒരു ക്ലേ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോട്ട് ദ പോയിന്റ്, ഇത് എയർഡ്രൈ ക്ലേ അല്ല, വെറുതെ കുട്ടികൾ കളിക്കാൻ യൂസ് ചെയ്യുന്ന ക്ലേ ആണ്. ബേസിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സ്ക്വയർ പീസ് കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ഷെയ്ഡ് ക്ലേ വൈറ്റിൽ വെച്ചിട്ട് ഫുള്ളി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രണ്ട് കളേഴ്സിൽ വരുന്ന ക്ലേയും കുറച്ച് പിങ്കും മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസും ബോഡിയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ചെയ്യുന്നത് എന്റെ നീസിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ലാസ്റ്റ് ടൈം വേറൊരു ഫ്രണ്ടിന് നമ്മൾ ടുലിപ്പ് ബൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിത്ത് പേപ്പർ. അപ്പൊ ഇത്തവണയും ഇവക്ക് ഹാൻഡ് മെയ്ഡ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ 7 ആർട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത്. ഇനി ഇതുപോലെ രണ്ട് കുഞ്ഞ് ബ്ലാക്ക് ഫോം ക്ലേ എടുത്തിട്ട് അത് ഉരുട്ടി പരത്തി ഹെയർസിന്റെ ഒക്കെ ഒരു രൂപത്തിലാക്കിയിട്ട് അതും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല, കാരണം ഈ ഹെയർസ് നമ്മൾ ഒരു ഹിജാബ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. കാരണം ആ കുട്ടി ഹിജാബിയാണ്. നമ്മൾ ചെയ്യുന്നത് ആ കുട്ടിയുടെ ക്ലേ പോർട്രേറ്റ് ആണല്ലോ. അപ്പം ആളുടെ രൂപവും ക്യാരക്ടറൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിസംബ്ലൻസ് വേണമല്ലോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഹിജാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഫൺ വർക്കിംഗ് വിത്ത് ഫോം ക്ലേ. കാരണം ഇത് ഓൾറെഡി ഓരോ കളേഴ്സിൽ വരുന്നതുകൊണ്ട് ലേറ്റർ നമ്മൾ കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കയ്യിൽ ഒട്ടും സ്റ്റിക്കി ആയിട്ട് ഇരിക്കില്ല. ആകെയുള്ളൊരു ഫ്ലോ എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള ക്ലേസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ അത് ഇളക്കിയെടുത്ത് വീണ്ടും ചെയ്ത് വെക്കാലോ. പക്ഷെ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് വൺസ് നമ്മൾ സ്റ്റിക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. എനിക്കും ചെയ്യുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അതാണ് ആ സൈഡിൽ കാണുന്ന പാച്ചസ്. ഈ കുട്ടി ചൂടത്തും സ്വെറ്ററൊന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് സ്വെറ്ററിന്റെ പാറ്റേൺസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആള് പഠിപ്പിയായത് കൊണ്ടും സൈഡിലെ പാച്ചസ് കവർ ചെയ്യേണ്ടത് കൊണ്ടും നമ്മളൊരു ബുക്കും പിന്നെ ഒരു ഡോണറ്റും അതിന്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. 15th ബർത്ത്ഡേ ആയതുകൊണ്ട് ആ നമ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തൊക്കെയോ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് കുട്ടി കുട്ടി ഹാർട്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ആളുടെ പേര് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഗിഫ്റ്റ് ഐഡിയയും കൂടിയല്ല. നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. വിൽ ബി സോ ഹാപ്പി ടു റിസീവ് ഇറ്റ്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കല്ലേ. Until next time, bye.